നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. തർക്കം തീരുന്നില്ല. കരുണ എസ്റ്റേറ്റ് വിഷയത്തിൽ കോൺഗ്രസിൽ കടുത്ത ഭിന്നത. കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാനാവില്ലെന്ന് VM സുധീരൻ. പൊതുജനത്തിന് ബോധ്യപ്പെടാത്ത തീരുമാനമെന്നും വിമർശനം. അതേസമയം AGയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവിൽ ഭേദഗതി വരുത്താമെന്ന് മുഖ്യമന്ത്രി. KPCC നിലപാട് അവഗണിച്ചുള്ള സർക്കാർ തീരുമാനത്തിൽ അതൃപ്തി അറിയിച്ച് TN പ്രതാപനും രാജ്മോഹൻ ഉണ്ണിത്താനും. എന്നാൽ സുധീരന്റെ നിലപാടിൽ വിയോജിപ്പുമായി AI ഗ്രൂപ്പുകൾ. പാർട്ടിയിലെ ഐക്യത്തിൽ വിള്ളലേറ്റെന്നും ആക്ഷേപം. നേതാക്കളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ സുധീരൻ പരാജയമെന്നും ഗ്രൂപ്പുകൾ. ഇനി മുന്നണി വിശേഷം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അവസാനവട്ട പടയൊരുക്കത്തിൽ CPM. ജില്ലാ കമ്മിറ്റികൾ തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സീറ്റ് തർക്കവും സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയും യോഗം വിലയിരുത്തും. ഘടകകക്ഷികളുടെ സീറ്റ് വിഭജനം ശനിയാഴ്ച പൂർത്തിയാക്കി 20-നകം അന്തിമ പ്രഖ്യാപനമുണ്ടാകും. ഇതിനുവേണ്ടിയുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഇന്നും തുടരും. NCPയും ജനതാദൾ എസുമായി ഇന്നലെ നടത്തിയ ചർച്ച ധാരണയാകാതെ പിരിഞ്ഞു. അതേസമയം എറണാകുളത്ത് P. രാജീവിനെ മത്സരിപ്പിക്കണമെന്ന് ജില്ലാ കമ്മിറ്റി. ഇക്കാര്യം നേതാക്കൾ ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അറിയിക്കും. രാജീവിന്റെ പേര് ഉൾപ്പെടുത്തിയ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് കഴിഞ്ഞയാഴ്ച ചേർന്ന സെക്രട്ടേറിയറ്റ് അനുമതി നിഷേധിച്ചിരുന്നു. തർക്കത്തിൽ മുങ്ങിയ വിഭജനം. എങ്ങും എത്താതെ UDF സീറ്റ് വിഭജനം. ഘടകകക്ഷികളുടെ അവകാശവാദത്തിൽ പൊറുതിമുട്ടി കോൺഗ്രസ് നേതൃത്വം. സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് തർക്കവും നീളുന്ന സാഹചര്യത്തിൽ പ്രശ്നം പരിഹരിക്കാൻ ഇന്ന് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് സമിതി യോഗം. ഘടകകക്ഷികളുടെ സീറ്റ് വിഭജനം ശനിയാഴ്ച പൂർത്തിയാക്കി 20-നകം അന്തിമ പ്രഖ്യാപനമുണ്ടാകും. ഇതിനുവേണ്ടിയുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഇന്നും തുടരും. NCPയും ജനതാദൾ എസുമായും ഇന്നലെ നടത്തിയ ചർച്ച ധാരണയാകാതെ പിരിഞ്ഞു. അതേസമയം കഴിഞ്ഞ തവണ ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചു തോറ്റ 4 മണ്ഡലങ്ങൾ വച്ചുമാറുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. പ്രഖ്യാപിച്ച 20 സീറ്റുകളിൽ പുനഃപരിശോധനയില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി. JDU, കേരള കോൺഗ്രസ്, ജേക്കബ് ഗ്രൂപ്പ് എന്നിവരുമായുള്ള ഉഭയകക്ഷി ചർച്ച ഇന്നും തുടരും. ചർച്ചയിൽ ധാരണയായില്ല. സീറ്റ് വിഭജനം സംബന്ധിച്ച് BJP BDJS ചർച്ചയിൽ ധാരണയായില്ല. സീറ്റ് വിഷയങ്ങളല്ല, ഓരോ മണ്ഡലങ്ങളിലെയും വിജയസാധ്യത അവലോകനം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തുഷാർ വെള്ളാപ്പള്ളി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംസ്ഥാന കമ്മിറ്റി ചേർന്ന ശേഷം മാത്രം. 70 സീറ്റുകളിൽ മത്സരിക്കുമെന്ന് BDJS എവിടെയും പറഞ്ഞിട്ടില്ല. NDA മുന്നണിയുടെ ബാനറിൽ സീറ്റ് ഉടൻ പ്രഖ്യാപിക്കുമെന്നും തുഷാർ. ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചായിരിക്കും സീറ്റ് ധാരണയെന്ന് കുമ്മനം രാജശേഖരൻ. നേരത്തെ പ്രഖ്യാപിച്ച 22 മണ്ഡലങ്ങളിൽ അവകാശവാദമുയർന്നാൽ അക്കാര്യവും ചർച്ച ചെയ്യുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ. ഹിലരിക്കും ട്രംപിനും മുന്നേറ്റം. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപും ഹിലരിയും മുന്നോട്ട് തന്നെ. സൂപ്പർ ട്യൂസ്ഡേ 2-ൽ ഇരുവരും വിജയം കണ്ടത് 3ഇടത്ത്. വംശീയ വിദ്വേഷം ഉയർത്തുന്ന ട്രംപിനെതിരെ വിമർശനങ്ങൾ രൂക്ഷമാകുമ്പോഴും പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം നേടിയെടുക്കാനുള്ള പടയോട്ടം വ്യക്തമായ ഭൂരിപക്ഷത്തോടെ. തോൽവിയോടെ തുടക്കം. ലോകകപ്പ് 2020-ലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. നാഗ്പൂർ സ്റ്റേഡിയത്തിൽ നടന്ന സൂപ്പർ 10 പോരാട്ടത്തിൽ കിവീസ് ഇന്ത്യയെ തകർത്തത് 47 റൺസിന്. ന്യൂസിലൻഡിനോട് ഇന്ത്യയുടെ തുടർച്ചയായ 5ാം തോൽവി. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ന്യൂസിലൻഡ് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 126 റൺസ്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യയുടെ ഇന്നിംഗ്സ് 2 ഓവർ ശേഷിക്കെ 79 റൺസിന് അവസാനിച്ചു. ഇന്ത്യൻ നിരയിൽ 2 അക്കം കടന്നത് നായകൻ ധോണിയും കോഹ്ലിയും അശ്വിനും മാത്രം. ന്യൂസിലൻഡ് താരം മിച്ചൽ സ്റ്റാൻഡർ 4-ഉം ഇഷ്സോഥി 3 വിക്കറ്റുകൾ നേടി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.